Ours Junction. Stories that stay, voices that matter. Every single day, tune in, feel the connection. Ours Junction. ഹായ് ഹലോ വണക്കം, ദിസ് ഇസ് ഫൈസ ഓൺ ആവാസ് ജംഗ്ഷൻ. ഇന്ന് നമുക്ക് ഇന്റർവ്യൂ ചെയ്യാനായിട്ട് ഒരാളുണ്ട്. ഇറ്റ്സ് ആർ ജെ സുബു. ഹീസ് എൻ ആഡ് ഡയറക്ടർ ആർ ജെ, അതുപോലെ തന്നെ ക്രിയേറ്റീവ് ഹെഡ് ആണ്. ഇപ്പോൾ മുന്നൊരു ടീച്ചറായിട്ട് ഇപ്പോൾ ആർ ജെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആർ ജെ അല്ല, ഇപ്പോൾ ഒരു ക്രിയേറ്റീവ് ഹെഡായിട്ടും ആഡ് ഡയറക്ടറായിട്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ സുബു ചേട്ടാ, വെൽക്കം. പറയൂ ഫൈസ. നമുക്ക് മുന്നോട്ട് പോവാം. പോവാം. സോ ഫസ്റ്റ് ടീച്ചറായിട്ട് വർക്ക് ചെയ്തു, പിന്നീട് ആർ ജെ എന്ന ഫീൽഡിലോട്ട് എത്തി. സോ ഇതെങ്ങനെയാണ് ഈ ഒരു ടേണിംഗ് പോയിന്റ് സംഭവിച്ചത് ലൈഫില്? അല്ല, ആക്ച്വലി ഞാൻ ജേർണലിസം കമ്മ്യൂണിക്കേഷൻ PG കഴിഞ്ഞിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ കൽപ്പറ്റയിൽ ഒരു ഗവൺമെന്റ് കോളേജ് ഉണ്ട്, NMSM എന്ന് പറഞ്ഞിട്ട്. ആ ഗവൺമെന്റ് കോളേജിൽ ടീച്ചർ ഗസ്റ്റ് ഫാക്കൽറ്റി ആയിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കലെയാണ് കേരളത്തില് ഒരു ന്യൂ ഇറ എന്ന് പറയുന്ന പോലെ നമ്മളുടെ FM റേഡിയോസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ മാതൃഭൂമി എന്നുള്ള പത്രത്തിന് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അവരുടെ അണ്ടറിൽ വന്ന ക്ലബ് FM ആയിരുന്നു ആദ്യത്തെ റേഡിയോ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന, മറ്റേ പ്രൈവറ്റ് സെക്ടറിൽ FM റേഡിയോ സെക്ടറിൽ സ്റ്റാർട്ട് ചെയ്യണത്. 2007 ഡിസംബർ 14 ആയിരുന്നു അത്. അപ്പോൾ അങ്ങനെ ഒരു പുതിയ മേഖല, നമ്മളെല്ലാവരും പത്രം TV ഒക്കെ പരീക്ഷിച്ചു, എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ പരീക്ഷിച്ചപ്പോൾ ഞാൻ എന്ത് ചെയ്തു, റേഡിയോ പരീക്ഷിക്കാന്ന് വെച്ചിട്ടാണ് ആക്ച്വലി RJ ആയത്. പിന്നെ ഈ പറയുന്ന പോലെ എല്ലാവരും പറയാറുണ്ട്, സംസാരത്തിന്റെ രീതി പറയാറുണ്ട്. അപ്പൊ അതെനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ RJ ആയി. ഇപ്പോ ഇതുവരെ, അതെ, 2007 തൊട്ട് 2026 നമ്മൾ ഈ സംസാരിക്കുന്നവരെ ഞാൻ റേഡിയോയുടെ ഉള്ളിൽ തന്നെയാണ്. ഓക്കെ, അപ്പോ ഏർലി ചാലഞ്ചസ് ഉണ്ടായിട്ടുണ്ടാവില്ല എന്തായാലും. അപ്പൊ അതൊക്കെ എങ്ങനെയായിരുന്നു? ഉറപ്പായിട്ടും. കാരണം വെച്ചാൽ നമ്മളിപ്പോ സത്യം പറഞ്ഞാൽ കേരളത്തിലെ റേഡിയോ തുടങ്ങുമ്പോൾ ഈ RJ എന്നൊക്കെ പറയുന്ന ഒരു കോൺസെപ്റ്റ് തന്നെ ഭയങ്കര, റേഡിയോ അവതാരകർ നമ്മൾ ആകാശവാണി കേട്ടിട്ടുണ്ടെങ്കിലും RJ എന്ന് പറയുന്നത് ടോട്ടലി ഡിഫറെന്റ് ആണ് അതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോ കൃത്യമായിട്ടൊരു 1 ഇയർ എല്ലാവർക്കും, അതായത് ഇപ്പൊ എല്ലാ റേഡിയോ സ്റ്റേഷൻസും ക്ലബ് FM ആണെങ്കിലും മാംഗോ ആണെങ്കിലും ഒക്കെ തന്നെ ഒരു 1 ഇയറിന്റെ അടുത്ത് RJസിനൊക്കെ എടുത്തതിന് ശേഷം ട്രെയിനിങ് കൊടുത്തിട്ടാണ് റേഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ ഞാൻ റേഡിയോ ഓൺ എയർ പോയതിനു ശേഷമാണ് ജോയിൻ ചെയ്തത്. എനിക്ക് അങ്ങനെ ട്രെയിനിങ് ആക്ച്വലി കിട്ടിയിട്ടില്ല. എങ്കിലും എൻ്റെ കൂടെ ഉണ്ടായിട്ടുള്ള ആളുകൾ, എക്സ്പീരിയൻസ്ഡ് ആയ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അവരെ കൂടെ ഇരുന്ന് കേട്ട് ഏത് രീതിയിലൊക്കെ സംസാരിക്കുന്നു, നമ്മൾ സംസാരിക്കുന്ന രീതിയല്ല ആക്ച്വലി റേഡിയോയിൽ വരുമ്പോൾ കുറച്ചും കൂടെ നമ്മൾ പോളിഷ്ഡ് ആവും. പക്ഷെ നമ്മൾ ഐഡന്റിറ്റി കീപ്പ് ചെയ്യാൻ വേണം. ഇതാണ് ചലഞ്ച് എന്ന് പറയുന്നത്. പോളിഷ്ഡ് ആവുകയും ഐഡന്റിറ്റി കീപ്പ് ചെയ്യാൻ വേണം. അപ്പോ അങ്ങനെ ഒരു വലിയ ടാസ്കിനെ നമ്മൾ നിരന്തരമായ പ്രാക്ടീസിലൂടെ നമ്മളത് മാറ്റിയെടുത്തു. പോളിഷ്ഡ് ആവുകയും ചെയ്യാം, എന്നാൽ എൻ്റെ ഐഡന്റിറ്റി കൃത്യമായിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യാം. അങ്ങനെയാണ് ആ ഒരു ചലഞ്ചിനെ ഞാൻ ഓവർകം ചെയ്തത്. കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യുക, പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക. എൻ്റെ സീനിയേഴ്സിന്റെ കൂടെ ഇരുന്ന് കുറെ കാലം അങ്ങനെ ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ പറയപ്പെടുന്ന പോലെ, അതെ, കുറച്ച് എനിക്കൊരു കോൺഫിഡൻസ് കൃത്യമായിട്ട്, ഓക്കെ, എനിക്ക് കണ്ണടച്ച് ഇരുന്നാലും എനിക്ക് റേഡിയോയിൽ പ്രോഗ്രാം ചെയ്യാമെന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തിയതിന്റെ പുറകിലെ സീനിയേഴ്സിന്റെ ഹെൽപ്പുണ്ട്, പ്രാക്ടീസ് ഉണ്ട്. ഓക്കെ, അപ്പോഴേ നമ്മള് ഈ ഗുഡ് റേഡിയോ വോയിസ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. സംഭവം ഈ ടോണും ക്ലാരിറ്റിയും അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ എങ്കിൽ കൂടിയും ഗുഡ് റേഡിയോ വോയിസ് ഉണ്ടെങ്കിലാണ് കൂടുതലും ഓഡിയൻസ് നമ്മൾ ലിസൺ ചെയ്യുള്ളൂ. അതിന് റീസൺ എന്താണ്? ആക്ച്വലി നമ്മള് റേഡിയോയുടെ ഒരു സംഭവം, റേഡിയോ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു RJയുടെ ടൂളല്ലേ. റേഡിയോയുടെ ഒരു കണക്ടിവിറ്റി എന്ന് പറയുന്ന വോയിസ് തന്നെയാണല്ലോ. ഇപ്പൊ നമ്മൾ സിനിമ കാണുന്ന പോലെ അല്ലെങ്കിൽ TV ഒരു പ്രോഗ്രാം കാണുന്ന പോലെ നമ്മളെ കാണുന്നില്ല. നമ്മളുടെ ശബ്ദം വെച്ചുകൊണ്ടാണ് ഒരു ലിസണർ നമ്മളുമായിട്ട് കണക്റ്റഡ് ആവുന്നത്. അപ്പൊ ശബ്ദം ഈ പറഞ്ഞ പോലെ പലർക്കും പല രീതിയിലാണല്ലോ. വളരെ ശബ്ദത്തിന്റെ ഒരു മനോഹാരിത, നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗുഡ് റേഡിയോ വോയിസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആവുന്നതിന്റെ റീസൺ നമ്മളെ കാണാതിരിക്കുന്നത് കൊണ്ടാണ്. അപ്പോ ഈ ശബ്ദം കൊണ്ട് മാത്രം നമുക്ക് എന്ത് ചെയ്യണം, ലിസണേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ ചുറ്റും നിർത്തണം. സ്വാഭാവികമായിട്ടും നല്ല ശബ്ദം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആളുകൾ ഒന്ന് ശ്രദ്ധിക്കും. ഈ ശ്രദ്ധിക്കാനുള്ളതാണ് നല്ല ശബ്ദം. ഇനി ശ്രദ്ധിച്ച ആളുകളെ നമ്മൾക്ക് നിലനിർത്തിക്കൊണ്ടു പോകാനാണ് നേരത്തെ പറഞ്ഞ മോഡുലേഷനും ആ ഒരു ടോണൊക്കെ നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്. ആദ്യം നമ്മൾക്കൊരു ഫസ്റ്റ് ഒരു കിക്ക് കിട്ടാൻ, അല്ലെങ്കിൽ ഫസ്റ്റ് നമ്മൾക്ക് ആ ഒരു ട്രിഗർ എലമെന്റ് ആയിട്ട് നമ്മളുടെ വോയിസിന്റെ മാധുര്യം തന്നെയാണ്, തർക്കമൊന്നുമില്ല. പക്ഷെ പിന്നീട് നിലനിർത്തണമെങ്കിൽ നിർബന്ധമായിട്ടും നമ്മൾ സംസാരിക്കുന്ന ടോൺ മോഡുലേഷൻ, അതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ അതാണ് റേഡിയോയിലെ ഗുഡ് വോയിസിന്റെ ഒരു പ്രത്യേകത, ഗുഡ് വോയിസിന്റെ ഇമ്പോർട്ടൻസ് അതാണ്. ഇത് ബൈ ബോൺ കിട്ടേണ്ടതാണോ അതോ നമുക്ക് പ്രാക്ടീസിലൂടെ നേടിയെടുക്കാൻ പറ്റുന്നതാണോ? അതൊരു 50-50 ആണ്. കാരണം ബൈ ബർത്ത് നമുക്ക് കിട്ടുന്ന നല്ല, ഇപ്പോ ദാസേട്ടന്റെ വോയിസ് അദ്ദേഹത്തിന് മാത്രമല്ലേ ഉള്ളൂ. അപ്പോ അത് ബൈ ബർത്ത് കിട്ടുന്ന ഗിഫ്റ്റഡ് ആയിട്ടില്ല. ഇപ്പൊ SPB സാറിന്റെ വോയിസ്, ദാസേട്ടന്റെ വോയിസ്,
അതുപോലെ നമ്മളിപ്പോ അലിയാർ മാഷിന്റെ വോയിസ്, ഇപ്പൊ ഷൈജു നമ്മളെ മറ്റേ കമന്ററി പറയുന്ന ആ അദ്ദേഹം അപ്പൊ ഓരോരുത്തർക്കും ഓരോ ഗിഫ്റ്റഡ് ആയി വോയിസ് ഉണ്ട്. അപ്പൊ നമ്മള് ഇപ്പൊ മമ്മൂക്കയുടെ വോയിസ്, ലാലേട്ടന്റെ വോയിസ്, അതൊക്കെ ഐഡന്റിറ്റി കീപ്പ് ചെയ്യുന്ന വോയിസുകളാണ്. അപ്പൊ അങ്ങനത്തെ ഒരു വോയിസ് നമുക്ക് ബൈ ബർത്ത് കിട്ടാം. പിന്നെ സ്ഥിരമായി കേട്ടുകൊണ്ട് നമുക്ക് അത് ഐഡന്റിറ്റി ഫീൽ ചെയ്യാം. പക്ഷെ പ്രാക്ടീസ് ചെയ്തെടുക്കാൻ പറ്റുന്നത് നമുക്കൊന്നും കൂടെ അതിനെ പോളിഷ് ചെയ്യാൻ പറ്റും. അതായത് ബൈ ബർത്ത് കിട്ടുന്ന വോയിസും പ്ലസ് നമുക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് അതിന് കംപ്ലീഷൻ വരാം. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ നേരത്തെ ഒരു അട്രാക്റ്റീവ് അല്ലാത്തൊരു വോയിസിനെ നമ്മൾ പ്രാക്ടീസ് ചെയ്തെടുത്താലും അതിനൊരു പരിധിയുണ്ട്, എങ്കിലും കാര്യം നടക്കും. അപ്പൊ പ്രാക്ടീസിന് ഒരു പങ്കുണ്ടെങ്കിൽ പോലും ഗിഫ്റ്റഡ് ആയ വോയിസ് തന്നെയാണ് ഫസ്റ്റിൽ നമുക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര ലക്കി ആയിരിക്കും. പ്രാക്ടീസിലൂടെ നമുക്ക് തന്നെ ഒരു പരിധി ഓവർകം ചെയ്യാം, അത്രേ ഉള്ളൂ. ഓക്കെ. ഞാൻ ചേട്ടനെ ഫസ്റ്റ് ആയിട്ട് കാണുന്നത് പ്രാങ്ക് കോൾസിലൂടെയാണ്. പ്രാങ്ക് കോൾ വീഡിയോസിലൂടെ യൂട്യൂബിലാണ് ഞാൻ കാണുന്നത്. അപ്പൊ ഈ ഓ, പ്രാങ്ക് കോൾ ചെയ്യുമ്പോഴും ഒരുപാട് ഷോസ് ചെയ്തതിലും വെച്ച് മറക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? നമ്മൾ ജയസൂര്യയുടെ ഞാൻ മേരിക്കുട്ടി എന്ന് പറഞ്ഞിട്ട് ജയസൂര്യ ട്രാൻസ്ജെൻഡർ ആയിട്ട് അഭിനയിച്ചൊരു മൂവി ഉണ്ട്. അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയ മൂവിയാണ്. അപ്പൊ അതിൽ ഞാനും ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞാനും അതിന്റെ ഡയറക്ടർ ഉണ്ട് രഞ്ജിത് ശങ്കർ സാർ. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ വളരെ പ്ലാൻഡ് ആയി ഞാൻ രഞ്ജിത് ശങ്കർ സാർ അടുത്ത് പറഞ്ഞു, ഞാൻ ജയേട്ടനെ വിളിക്കുന്നുണ്ട് പ്രാങ്ക് കോൾ ചെയ്യാനായിട്ട്. അപ്പോ ആള് പറഞ്ഞു, ആളെന്തോ എവിടേക്കോ പോകാൻ വേണ്ടി നെടുമ്പാശ്ശേരിയിൽ ഇരിക്കുകയാണ്, ചെന്നൈയിലേക്ക് പോകാൻ, നമ്മളുടെ ഇതിന്റെ ഒരു കോപ്പി എന്തോ അവരെ പ്രിവ്യൂ, ആള് രഞ്ജിശങ്കർ ചെന്നൈയിലാണ്, സാറ് ചെന്നൈയിലാണ്, അപ്പൊ ജയസൂര്യൻ അങ്ങോട്ട് വരികയാണെന്ന് പറഞ്ഞിട്ട് ടൈം ഉണ്ടാവാൻ സാധ്യതയില്ല, നീ ശ്രമിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വിളിക്കുമ്പോൾ ജയസൂര്യ ആക്ച്വലി നമ്മളുടെ എയർപോർട്ടിൽ ഇരിക്കണം, ആള് ഫ്ലൈറ്റ് വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയമാണ് ഞാൻ വിളിക്കണത്. അപ്പൊ ആള് ഭയങ്കര ടെൻഷൻ ആയിരുന്നു ആ സമയത്ത്. കാരണം പടത്തിന്റെ റിലീസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഇത് പ്രിവ്യൂ അങ്ങനെ കുറെ കാര്യങ്ങളായിട്ട് നിൽക്കുന്ന ഒരു സമയത്താണ് ഞാൻ വിളിക്കണേ. പക്ഷെ ഫോർച്ചുനേറ്റ്ലി നമുക്ക് എന്താ പറയാ, ഈ ഒരു ടൈമിങ് വളരെ കറക്റ്റ് ആയി. ആള് ശരിക്കും ഞാൻ ആ ഒരു ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയെ റെസ്പെക്ടോട് പറയാൻ കേട്ടോ, അവരെ റെപ്രസെന്റ് ചെയ്തിട്ടാണ് ഞാൻ സംസാരിച്ചിട്ടുണ്ടായത്. അപ്പൊ ആ ഒരു ഫീൽ അദ്ദേഹത്തിന് കിട്ടുകയും ആ പ്രാങ്ക് കോള് ലക്ഷങ്ങള് കേൾക്കുകയും ചെയ്തു. ശരിക്കും പെട്ടു അദ്ദേഹം. എൻഡിലാണ് ഞാൻ എന്ത് പറയുന്നത്, ഞാനിങ്ങനെ സുബ്ബുവാണ് ഇത് പ്രാങ്ക് കോളാന്ന് പറയുന്നത്. സത്യം പറഞ്ഞാല് പ്രാങ്ക് കോളുകൾ കുറെ ചെയ്തിട്ടുണ്ടെങ്കിലും അതാണ് ഏറ്റവും മറക്കാനാവാത്ത. ജയസൂര്യയെ പറ്റിച്ചു എന്ന് പറയുന്ന, പറ്റിച്ചു എന്നുള്ളതല്ല, അദ്ദേഹത്തെ പോലത്തെ പറ്റിക്കുക എന്ന് പറയുന്നത് അറിയാലോ. അപ്പൊ അദ്ദേഹത്തെ പറ്റിക്കാൻ പറ്റിയതാണ് ഏറ്റവും വലിയൊരു ഇതായിട്ട് ഓർമ്മയിൽ വരുന്നൊരു കാര്യം എനിക്ക് ഫീൽ ചെയ്തത്. ആക്ച്വലി എനിക്കും ഈ ഒരു വീഡിയോ ആണ് കണ്ടിട്ടുള്ളതും ഓർമ്മയിലുണ്ടായി. ഇത് ചോദിക്കുമ്പോൾ എന്റെ ഓർമ്മയിലുണ്ടായിരുന്നു ഈ ഒരു പ്രാങ്ക് ആയിരുന്നു. ഉവ്വ് 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 ഉവ്വ്. ഓക്കെ. ഇപ്പോ ആർജിയിൽ നിന്ന് ക്രിയേറ്റീവ് ഹെഡിലോട്ടും ആഡ് ഡയറക്ടറുമാണ്. അപ്പോ ഇതിന്റെ ഡിഫറൻസ് എന്താണ് ഫീൽ ചെയ്യുന്നത്? അല്ല, ക്രിയേറ്റീവ് ഹെഡും ഇപ്പൊ റേഡിയോയുടെ ക്രിയേറ്റീവ് ഹെഡ് എന്ന് പറഞ്ഞാൽ അതൊരു ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മൾ കടലിലിറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്ന പോലെ തന്നെയാണ്, അതിൽ വ്യത്യാസമൊന്നുമില്ല. അതായത് ഇപ്പൊ ആർജെയും ക്രിയേറ്റീവ് ഹെഡും തമ്മിൽ ഇപ്പോ എന്താ വെച്ചാൽ നമ്മൾ വരുന്നവരെ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ. ക്രിയേറ്റീവ് ഹെഡ് ആകുമ്പോൾ നമ്മൾ ഒന്നും കൂടെ ഒബ്സർവ്, ഒരാൾ വരുന്നു നമ്മളുടെ ജൂനിയർ ആയിട്ട് വരുന്ന ഒരു ആർജേസിന് നമുക്ക് പറയാവുന്ന നമ്മുടെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യാം, അവരെ കുറച്ചും കൂടെ മോൾഡ് ചെയ്യാം, അവരൊന്നും കൂടെ നമുക്ക് ഭംഗിയായിട്ട് അവരെ ട്രാക്കിലേക്ക് കൊണ്ടുവരാനൊക്കെ പറ്റും എന്നുള്ളതാണ് ക്രിയേറ്റീവ് ഹെഡ് ആകുമ്പോഴത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഒപ്പം തന്നെ ഒരു റേഡിയോ സ്റ്റേഷൻ മുഴുവനായും കൊണ്ടുപോകേണ്ടതിന്റെ ഒരു വലിയ റെസ്പോൺസിബിലിറ്റിയും നമ്മളോടൊപ്പം ഉണ്ട്. അപ്പോൾ അതിന്റെ ഒരു ടെൻഷൻ ഉണ്ടാകാം. എങ്കിലും നമ്മൾ ഈ പറയുന്ന പോലെ ആർജേസ് എല്ലായ്പ്പോഴും കൂളായിരിക്കണം, പോസിറ്റീവ് ആയിരിക്കണം എന്ന് പറയുന്ന ഒരു അലിഖിതമായിട്ടുള്ളൊരു നയമുണ്ടല്ലോ. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ ഈ ടെൻഷൻസിനെ ഓവർകം ചെയ്യും. അടുത്തൊരു പോയിന്റ് ചോദിച്ചത് ആർട്ട് ഫിലിം എന്നുള്ളതാണ്. അപ്പൊ സിനിമയുമായി ഒരു ബന്ധമുള്ളത് കൊണ്ടും ആക്ടിങ്ങും ഡയറക്ഷനൊക്കെ ഇഷ്ടമുള്ളത് കൊണ്ടാണ് ആഡ് ഫിലിം മേഖലയിലേക്ക് വന്നത്. ആക്ച്വലി ഇപ്പോ ഒരു 90-ഓളം ആഡ് ഫിലിംസ് ചെയ്തു, വലിയ വലിയ ബ്രാൻഡുകളുടെ ചെയ്തു. അപ്പോ അത് വേറൊരു മൂഡാണ്. അത് നമ്മള് ആർജെയിങ് പോലെയല്ല. ആർജെയിങ് നമ്മൾ രണ്ടും നമ്മൾ എൻജോയ് ചെയ്തിട്ടാണ് ചെയ്യുന്നതെങ്കിലും രണ്ടിന്റെയും ഔട്ട്പുട്ട് വേറെ ഒരു ഇതിലാണ്. ആർജെയിങ് പോലെയല്ല ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഡയറക്ഷൻ ആ ഒരു ദിവസം കൊണ്ട് തീരുന്നതാണെങ്കിൽ പോലും അതുണ്ടാകുന്ന ഒരു പ്രഷറും ടെൻഷനും ഭയങ്കരമാണ്. പക്ഷെ ആ ഒരു ആഡ് ഫിലിം കാണുമ്പോൾ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ അത് അതിനേക്കാൾ വലുതാണ്. ആർജിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്വസിക്കുന്ന പോലെയാണ്. നമ്മൾക്ക് ഓക്സിജൻ എങ്ങനെ എടുക്കുന്നു അതുപോലെയാണ് എനിക്ക് റേഡിയോയും ആർജിങ്. അത് ഞാൻ അറിയാറ് പോലും ഇല്ല പരിപാടികൾ ചെയ്യുന്നത്. അപ്പോൾ രണ്ടിന്റെ വ്യത്യാസം, രണ്ടും ഞാൻ ഒരുപോലെ എൻജോയ് ചെയ്യുന്നുണ്ട്. ഒന്നൊരു ഓക്സിജൻ പോലെയാണെങ്കിൽ മറ്റൊന്നൊരു കുട്ടിയെ പോലെയാണ്. നമ്മളൊരു കുട്ടിയെ ക്യാരി ചെയ്ത് ഒരു ഡെലിവറി ചെയ്യുന്ന പോലെയാണ് എനിക്ക് ആഡ് ഫിലിം വരുന്നത്. പക്ഷെ മറ്റേ ഞാൻ ഓക്സിജൻ എടുക്കുന്ന പോലെയാണ്. അതാണ് വ്യത്യാസം. ആക്ച്വലി ഞാൻ ഇതിന്റെ എങ്ങനെ ബാലൻസ് ചെയ്യുന്നതെന്ന് ചോദിക്കാനും കൂടി ഇരിക്കുവായിരുന്നു. അപ്പൊ അതിനുള്ള ഒരു ആൻസർ കൂടിയാ കിട്ടിയത് ഇപ്പോ. അതെ അതെ. അപ്പോ ഈ റേഡിയോ പീപ്പിൾ ഇമോഷൻസ് ഇതെങ്ങനെയാ കണക്ട് ആവുന്നത്? ലിസണേഴ്സുമായിട്ടുള്ളതാണോ? അതെ. ഇപ്പൊ ആക്ച്വലി ഇപ്പൊ റേഡിയോയുടെ തുടക്കകാലത്തൊക്കെയാണ് അത് കൂടുതലായിട്ട് ഉണ്ടായിരുന്നത്. കാരണം റേഡിയോ ഒരു പുതിയ അനുഭവമായിരുന്നു മലയാളികൾക്ക്. സ്വാഭാവികമായിട്ടും എല്ലാവരും റേഡിയോയിലേക്ക് സ്വിച്ച് ചെയ്യപ്പെട്ട ആകാശവാണി
ദൂരദർശനും കേബിൾ ടി വി ഒക്കെ വന്നപ്പോൾ ആകാശവാണിയുടെ ഒരു പ്രചാരം കുറഞ്ഞൊരു സമയത്താണ് FM റേഡിയോസ് ഇവിടെ സ്റ്റാർട്ട് ആവുന്നത്. അപ്പോ പുതിയൊരു സംഭവം ആയതുകൊണ്ട് കാറിലും വീട്ടിലും ഷോപ്പുകളിലും ഒക്കെ ചെറിയ റേഡിയോസും ഒക്കെ വെച്ച ആളുകൾ അതിലേക്ക് ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആയ ഒരു കാലമാണ് തുടക്കകാലം. ആ ഒരു കാലം ഓരോരുത്തരും ഓരോ രീതിയിലാണ്. ഇപ്പോൾ വളരെ ലോൺലിനെസ് ഫീൽ ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരുന്നു, അവർക്ക് നമ്മൾ പെട്ടെന്ന് കണക്റ്റഡ് ആവും. അതുപോലെ സംസാരിക്കാൻ ആളില്ലാത്ത, നല്ല സൗഹൃദങ്ങളില്ലാത്ത ആളുകളുണ്ട്, അവരായിട്ട് നമ്മൾ പെട്ടെന്ന് കണക്റ്റഡ് ആവും. അപ്പോൾ ഒരു ഇമോഷണലി എവിടെയെങ്കിലും ഒന്ന് തളർന്നു നിൽക്കുന്ന ആളുകളായിട്ട് RJs വളരെ പെട്ടെന്ന് കണക്റ്റഡ് ആവും. കാരണം അവർക്ക് അവരിൽ ഒരാളായിട്ടാണ് നമ്മളെ ഫീൽ ചെയ്യുക. നമ്മൾ സംസാരിക്കുന്നതും നമ്മൾ കേൾക്കുന്നതും അവരുടെ തൊട്ടടുത്തിരുന്ന് സംസാരിക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും കണക്ഷൻസും അത്രയും ഇമോഷണലി നമുക്കൊരു ലിസണറെ വളരെ പെട്ടെന്ന് നമുക്ക് പിടിക്കാൻ പറ്റും. കാരണം നമുക്കറിയാം ഒരാൾ സംസാരിക്കുമ്പോൾ അയാളുടെ സിറ്റുവേഷൻ എന്താണ്. അപ്പൊ അതിനകത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ അവർ നമ്മളായിട്ട് ഭയങ്കരമായിട്ട് ഇന്റിമേറ്റ് ആകും. എനിക്കങ്ങനെ ഒരുപാട് ലിസണേഴ്സ് എനിക്ക് എനിക്കെന്നല്ല ഈ ഒരു കാലത്ത് RJsനൊക്കെ അങ്ങനെ ഒരുപാട് ലിസണേഴ്സ് ഉണ്ടായിട്ടുണ്ട്. ചേച്ചിയെ പോലെ, അല്ലെങ്കിൽ ചേട്ടനെ പോലെ, മകനെ പോലെ, മകളെ പോലെ. ചില ആളുകൾക്ക് നമ്മളോട് പ്രണയം തോന്നും. അങ്ങനെ പല രീതിയിലുള്ള ഇമോഷൻസ് ആണ് അന്ന് വർക്ക്ഔട്ട് ചെയ്തിട്ടില്ല. അതൊക്കെ നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ട്, വളരെ രസകരമായിട്ട് പോയിട്ടുണ്ട്. പക്ഷെ അന്നത്തെ ഒരു ഗുണം RJsന് ഒരിക്കലും കാണാൻ പറ്റില്ല. കാരണം അങ്ങനെ പോളിസി ഉണ്ട്, RJsന്റെ ഫേസ് കാണിക്കാൻ പാടില്ല ആ ഒരു സമയത്ത് കേട്ടോ. ഇപ്പൊ RJs ഒക്കെ സോഷ്യൽ മീഡിയയിലാണ് ഈ ഒരു കാലത്ത്, ഞാൻ അടക്കം. പക്ഷെ ആ ഒരു സമയത്ത് ബിഗിനിങ് സ്റ്റേജിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു ആ ഒരു സമയത്ത് എക്സ്പീരിയൻസ്. ആളുകളുടെ ഇമോഷൻസ് ആയിട്ട് കണക്റ്റഡ് ആവുന്നതും നമ്മളെ കാണാൻ വരുമ്പോ അയ്യോ ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു സംഭവം ഉണ്ട്, മനസ്സിലായോ? അപ്പൊ അതൊക്കെ വളരെ രസകരമായിരുന്നു അങ്ങനെ ചിന്തിച്ചാൽ. ശരിക്കും ഒരു തിയേറ്റർ ഓഫ് മൈൻഡ് പോലെ അല്ലേ? അതെ 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 അതെ. ഓക്കെ. പിന്നെ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ നിന്ന് ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള, ചേട്ടന്റെ പേഴ്സണൽ ലൈഫിൽ നിന്ന് ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള ഏതെങ്കിലും ഓൺ എയർ വന്ന് ഷെയർ ചെയ്തിട്ടുണ്ടോ? ഇപ്പൊ ഞാൻ സ്വതവേ ഇപ്പൊ നമ്മൾ പോസിറ്റീവ് അല്ലെങ്കിൽ പോലും പോസിറ്റീവ് ആണ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ആളായതുകൊണ്ട് ഞാൻ എല്ലായ്പ്പോഴും റേഡിയോയില് സംസാരിക്കുമ്പോൾ എന്റെ ലൈഫിലെ പോസിറ്റീവ് കാര്യങ്ങൾ സംസാരിക്കുകയാണ് ചെയ്യുക. വല്ലപ്പോഴും ഒക്കെയാണ് നമ്മൾ നെഗറ്റീവ് സംസാരിക്കും. ഇപ്പൊ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്ന കുറെ പോസിറ്റീവ്സ് ഇല്ലേ, ഇത്തരം പോസിറ്റീവ്സിനെയാണ് ഞാൻ പലപ്പോഴും ഓൺ എയർ കണക്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ സങ്കടപ്പെട്ടിരിക്കുന്ന ഒരാളെ സന്തോഷിപ്പിക്കാനാണ് നമ്മൾ റേഡിയോയിൽ കയറിയിരിക്കുന്നത്, അല്ലാതെ ഇപ്പൊ സങ്കടമുള്ള ആളെ സങ്കടം കൂട്ടാനല്ലല്ലോ. അപ്പോൾ ഒബിയസ്ലി നമ്മളെ പേഴ്സണൽ ലൈഫിൽ ഉണ്ടായിട്ടുള്ള വളരെ രസകരമായ കഥകൾ, രസകരമായ സംഭവങ്ങൾ, എനിക്ക് തന്നെ സ്വയം തോന്നിയിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള ഫീലുകളൊക്കെയാണ് ഞാൻ ഓൺ എയർ ഷെയർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു 3 മണിക്കൂർ ഞാൻ ഷോ ചെയ്യുന്ന 3 മണിക്കൂർ ഏറെക്കുറെ ഒരു പോസിറ്റീവ് വൈബ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള കഥകളെ കണക്ട് ചെയ്യാറുണ്ട്. ഓക്കെ. ചേട്ടൻ ലൈഫിൽ തന്നെ ഒരു ബിഗ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ട് നോ പറയേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടോ? ഉണ്ട്. ഇപ്പോ എനിക്ക് ഗൾഫിലെ റേഡിയോ സ്റ്റേഷൻസിൽ നിന്ന് എനിക്ക് എന്നെ വിളിച്ചൊരു സന്ദർഭത്തില് ഞാൻ ഈ സിനിമാ പ്രാന്ത് കയറിയിട്ട് ഞാൻ അന്ന് നോ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഗോൾഡ് FM അങ്ങനെ എന്തോ ആണ് ആ സമയത്ത് തന്നെ വിളിച്ചത്. എന്റെ കൂടെ 1-2 പേര് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അത് ഗോൾഡ് FM-ല്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അന്ന് അത് പോയിരുന്നെങ്കിൽ വേറൊരു തലത്തിലേക്ക് ഞാൻ മാറുമായിരിക്കാം, അറിയില്ല. പക്ഷെ ഞാനിപ്പോൾ ഹാപ്പിയാണ്. നേരത്തെ പ്രൊഫഷണലി ഞാൻ നോ പറഞ്ഞിട്ടുള്ള ഒരു സിറ്റുവേഷൻ അതായിരുന്നു. പക്ഷെ അതിനുശേഷം ഞാൻ കുറച്ചൊക്കെ റിഗ്രറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഗോൾഡ് FM, ഹിറ്റ് FM പോലെ തന്നെ UAE-ലാണ് ഫാസി അവിടെ ഉണ്ടായിരുന്ന ആളാണല്ലോ. അത്യാവശ്യം റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ്. അപ്പോൾ ചിലപ്പോ ഞാൻ വേറൊരു ലെവലിലേക്ക് മാറുമായിരിക്കാം. പക്ഷെ അപ്പൊ ഞാൻ ചിലപ്പോൾ ആഡ് ഫിലിം ചെയ്യണമെന്നില്ല, സിനിമയിൽ അഭിനയിക്കണം എന്നില്ല. അപ്പൊ അതൊക്കെ ഒന്ന് നഷ്ടപ്പെടുമ്പോൾ ഒന്ന് നേടുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇതെല്ലാം ഈക്വലൈസ് ചെയ്ത് പോവാണ്, എല്ലാം ന്യൂട്രലൈസ് ചെയ്ത് പോവാണ്. അപ്പൊ അതുകൊണ്ട് ഇതൊന്നും സങ്കടങ്ങളല്ല. എങ്കിലും നോ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ പ്രൊഫഷണലി നോ പറഞ്ഞൊരു സിറ്റുവേഷൻ അതാണെന്ന് ഞാൻ ഓർത്തു പറഞ്ഞു, അത്രയും. ഓക്കെ. ചേട്ടൻ ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, ആഡ് ഫിലിമിന്റെയും അതുപോലെ തന്നെ എല്ലാ കാര്യം പറഞ്ഞു. പക്ഷെ ക്രിയേറ്റീവായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാത്ത ഏതെങ്കിലും മേഖലകൾ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ക്രിയേറ്റീവായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന മേഖലകളിലാണല്ലോ നമ്മൾ ഇടപെടുന്നത്. അപ്പോ പിന്നെ വല്ലപ്പോഴും ഞാൻ പാട്ടൊക്കെ മൂളാറുണ്ട്. അപ്പൊ ഞാൻ ഇടയ്ക്ക് ചിന്തിച്ചിട്ടുണ്ട് പാട്ട് പഠിക്കാതിരുന്നത് മോശമായിട്ടുണ്ടെന്ന്, മനസ്സിലായോ? ഇപ്പൊ കോളേജിൽ പഠിക്കുമ്പോഴും റേഡിയോയുടെ ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോഴും പാട്ട് പാടും ഞാൻ. അങ്ങനെ വലിയ പാട്ടുകാരനായിട്ടല്ല, പക്ഷെ ഒരു ട്രെയിനിങ് കിട്ടിയിരുന്നെങ്കിൽ, ചില സമയങ്ങളിൽ ചിന്തിക്കാറുണ്ട്, ട്രെയിനിങ് കിട്ടിയിരുന്നെങ്കിൽ ചിലപ്പോ വല്ല ഐഡിയ സ്റ്റാർ സിംഗറിലോ എവിടെയെങ്കിലൊക്കെ പോയി പാടാമായിരുന്നല്ലോ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നഷ്ടങ്ങളോ ദുഃഖങ്ങളോ സംസാരിക്കുന്ന പ്രകൃതമല്ലാത്തതുകൊണ്ട് അതൊന്നും ചർച്ചയ്ക്ക് വെച്ചിട്ടില്ല. ഞാൻ എപ്പോഴും പാടാറുണ്ട്, എൻ്റെ സുഹൃത്തുക്കളുടെ കൂട്ടത്തിൽ പാടാറുണ്ട്. ഒരു ക്രിയേറ്റീവായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള കാര്യം അത് മാത്രമാണ്. അതായത് പഠിച്ചിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുള്ളത്. പിന്നീട് അത് ചിന്തിച്ചിട്ടൊന്നുമില്ല. ഓക്കെ. അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യനിലാണ്,
ഒരു അഡ്വൈസ് ഇനി വരുന്ന ഫ്യൂച്ചർ ആർജി, ഞാനൊരു ഫ്യൂച്ചർ ആർജി ആവാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന ഈ ആഡ് ഫിലിമും ഈ പറഞ്ഞ മേഖലയിലോട്ട് വരാൻ പോകുന്നവർക്ക് ഒരു അഡ്വൈസ് കൊടുക്കാൻ പറ്റി എന്തായിരിക്കും ചേട്ടൻ കൊടുക്കുക? അല്ല, ടോട്ടലി ഒരു ക്രിയേറ്റീവ് മേഖലയിലേക്ക് വരുന്ന എല്ലാവരോടും നമുക്ക് പറയാനുള്ള കാര്യം ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ്. പ്രകൃതിയുമായിട്ട് നമ്മൾ കണക്റ്റഡ് ആയിരിക്കുക എന്നുള്ളതാണ്. ഒപ്പം തന്നെ വളരെ സിൻസിയറായി നിങ്ങളായി നിൽക്കുക എന്നുള്ളതും കൂടിയാണ്. അപ്പൊ ഈ ഇത്തരം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പൊ റേഡിയോയിൽ നിങ്ങളുടെ ഐഡന്റിറ്റിയെ നിലനിർത്തിക്കൊണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പോളിഷ്ഡ് ആവുന്നിടത്താണ് ഒരു ആർജെ വിജയിക്കുക. ഒപ്പം കാരണം നമ്മൾ ഫേക്ക് ആവും തോറും ലിസണേഴ്സ് ആയിട്ടുള്ള നമ്മളുടെ ബന്ധം കുറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾ എന്താണോ അതുപോലെ നമ്മൾ പ്രസന്റ് ചെയ്യുക, പക്ഷെ നമ്മൾ പോളിഷ്ഡ് ആയിരിക്കണം. ഒപ്പം ക്രിയേറ്റീവ്, ഇപ്പോൾ അഡ്വർടൈസിങ്ങോ അല്ലെങ്കിൽ സിനിമയോ ഇതൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ കണ്ടുകൊണ്ടേയിരിക്കും. ഞാൻ ഒരുപാട് ആഡ് ഫിലിം ഒരു സിനിമ കാണും, ആളുകൾ ഒബ്സർവ് ചെയ്യും, ആളുകളുടെ ഇരിപ്പ്, പിന്നെ ഞാൻ ചുറ്റും ഹോർഡിങ്സ് എല്ലാം നോക്കിക്കൊണ്ടിരിക്കും. അപ്പൊ എപ്പോഴും നമ്മളുടെ ഒരു ഒബ്സർവേഷൻ ഉണ്ട് എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത്. അപ്പൊ ഒരു ക്രിയേറ്റീവായ ഒരാളെല്ലായ്പ്പോഴും പഠിച്ചുകൊണ്ടേയിരിക്കണം എന്നാണ് ഞാൻ പറയാ. അപ്പൊ ഒബ്സർവേഷനും ലേണിങ്ങുമാണ് ആക്ച്വലി ഒരു ക്രിയേറ്റീവായ ആളുടെ വളരെ എന്താ പറയാ, അയാൾക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള, പ്രൊഫഷണലി ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു വേ അതാണെന്നാണ് എന്റെ കണ്ടെത്തൽ. അപ്പൊ എല്ലാവരും അങ്ങനെ ആവട്ടെ, പുതിയ കാലത്തെയും കുട്ടികളൊക്കെ തന്നെ അങ്ങനെ ആയിട്ട് വരട്ടെ. എല്ലാവരും ഒരു ക്രിയേറ്റീവ് സ്റ്റെപ്പ് ഉള്ളവരാണ്. അപ്പോൾ അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ചാൻസ് എല്ലാവർക്കും ഉണ്ടാവട്ടെ. കോമ്പറ്റീഷൻ കൂടിയതുകൊണ്ട് തന്നെ നമ്മൾ യുണീക്ക് ആയിരിക്കാൻ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എന്റെ അഡ്വൈസ്. ഓക്കെ, താങ്ക് യു സോ മച്ച് ചേട്ടാ. താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിങ് യുവർ ടൈം. Ours Junction, stories that stay, voices that matter every single day. Tune in, feel the connection.